മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള കൊച്ചിയിലുള്ള വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. കൊച്ചിയിലെ കലൂരിലെ വാടക വീട്ടിലാണ് മോഷണം സംഭവിച്ചിരിക്കുന്നത്. തട്ടിപ്പ് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നത് ഈ വീട്ടിലായിരുന്നു. പരോളിലുള്ള മോൻസണുമായി പോലീസ് ഈ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. നഷ്ടപ്പെട്ടത് 20 കോടിയുടെ വസ്തുക്കൾ എന്നൊക്കെയാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. 2 ആഴ്ചയ്ക്കുള്ളിലാണ് മോഷണം നടന്നത്. CCTV പൊളിച്ചുമാറ്റിയാണ് മോഷണം നടന്നിരിക്കുന്നത്. വീടിന്റെ ഉടമസ്ഥർ പരാതി നൽകിയിട്ടുണ്ട്. മോൻസൺ മാവുങ്കലും പരാതി നൽകുമെന്നാണ് മോൻസന്റെ അഭിഭാഷകർ അറിയിക്കുന്നത്. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലാണ് മോഷണം സംഭവിച്ചിരിക്കുന്നത്. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള കൊച്ചിയിലുള്ള വീട്ടിലാണ് മോഷണം. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതിയാണ് മോൻസൺ മാവുങ്കൽ. ഇയാളുടെ വീട്ടിലാണ് മോഷണം സംഭവിച്ചിരിക്കുന്നത്. കൊച്ചി കലൂരിലെ വാടക വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. തട്ടിപ്പ് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്ന ഈ വീട്ടിലാണ് മോഷണം സംഭവിച്ചത്. പരോളിലുള്ള മോൻസണുമായി പോലീസ് ഈ വീട്ടിൽ പരിശോധന നടത്തുകയാണ്. നഷ്ടപ്പെട്ട 20 കോടിയുടെ വസ്തുക്കൾ എന്നാണ് അഭിഭാഷകൻ വ്യക്തമാക്കിയത്. 2 ആഴ്ചയ്ക്കുള്ളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. CCTV പൊളിച്ചുമാറ്റിയാണ് മോഷണം നടത്തിയത്. വീടിന്റെ ഉടമസ്ഥർ പരാതി നൽകിയിട്ടുണ്ട്. മോൻസൺ മാവുങ്കലും പരാതി നൽകുമെന്ന് മോൻസന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിൽ മോഷണം നടന്നിരിക്കുന്നു. ക്രൈംബ്രാഞ്ചിന്റെ കസ്റ്റഡിയിലുള്ള കൊച്ചിയിലെ വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാവുങ്കലിന്റെ വീട്ടിലാണ് മോഷണം. കൊച്ചി കലൂരിലെ വാടക വീട്ടിലാണ് മോഷണം നടന്നിരിക്കുന്നത്. തട്ടിപ്പ് വസ്തുക്കൾ സൂക്ഷിച്ചിരുന്നതും ഈ വീട്ടിലായിരുന്നു. പരോളിലുള്ള മോൻസണുമായി പോലീസ് ഈ വീട്ടിലെത്തി പരിശോധന നടത്തുകയാണ്. നഷ്ടപ്പെട്ടത് 20 കോടിയുടെ വസ്തുക്കൾ എന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിലാണ് മോഷണം നടന്നിരിക്കുന്നത്. CCTV പൊളിച്ചുമാറ്റിയാണ് മോഷ്ടാക്കൾ മോഷണം ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഉടമസ്ഥർ പരാതി നൽകിയിട്ടുണ്ട്. മോൻസൺ മാവുങ്കലും പരാതി നൽകുമെന്ന് മോൻസന്റെ അഭിഭാഷകൻ അറിയിച്ചിട്ടുണ്ട്.